ആലുവയിൽ ഇന്നലെ പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം 4 നടന്മാർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്ന കൊല്ലം എംഎൽഎ മുകേഷിന്റെ രാജിക്കായി മുന്നണിക്കുള്ളിലും സമ്മർദ്ദം ഇപ്പോൾ ശക്തമാവുകയാണ്. CPM പക്ഷേ ഇതുവരെ മുകേഷിനെ കൈവിട്ടിട്ടില്ല. പക്ഷേ CPIയിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. CPI നേതാക്കളായ ആനി രാജ, കെ പ്രകാശ് ബാബു എന്നിവരാണ് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ആനി രാജ വളരെ ശക്തമായി തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. LDFന് ദോഷം വരാത്ത രീതിയിൽ മുകേഷ് തീരുമാനമെടുക്കണമെന്ന് പ്രകാശ് ബാബുവും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ CPI അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിക്യൂട്ടീവിൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം CPMനെ എന്താണ് അറിയിക്കേണ്ടത് എന്ന കാര്യവും CPI തീരുമാനിക്കും. രാജിക്കായി തിരക്ക് കൂട്ടേണ്ടെന്നും കാത്തിരിക്കാമെന്നുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായി പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട്. ഒപ്പം ആനി രാജ, പ്രകാശ് ബാബു എന്നിവരുടെ പ്രതികരണങ്ങൾ. ഈ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഇത്തരം വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾ പുറം ലോകത്തോട്, കേരളത്തിലെ സമൂഹത്തോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയും അതുപോലൊപ്പം തന്നെ ഇത്തരം ഒരു ആരോപണം വന്നാൽ ആ സ്ഥാനത്ത് തുടരാൻ ഇടതുപക്ഷത്തിന്റെ ഒരു MLA എന്ന നിലയിൽ തുടരരുത് എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ട വിധേയമായ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞത്. ഇന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിലൂടെ നമുക്ക് ശ്രീ മുകേഷിനോട് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ യാതൊരു വിരോധവും ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല അത്തരമൊരു പ്രതികരണം, അത്തരമൊരു ആവശ്യം നടത്തുക എന്നുള്ളത് അത് അവർക്ക് ബോധ്യപ്പെട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത്. എന്തുതന്നെയായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും MLA എന്ന പദവിയിൽ തുടരാൻ ധാർമ്മികമായും നിയമപരമായ നിയമം പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ തുടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണമെന്നാണ് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ് ആവശ്യം. ആനി രാജയുടെ വാക്കുകളാണ് കേട്ടത്. രാജിവെക്കണം, മുകേഷ് MLA സ്ഥാനം തന്നെ രാജിവെക്കണമെന്ന ആവശ്യമാണ് ആനി രാജ ഉന്നയിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ CPIയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് കാര്യം എങ്ങനെയാണ് CPMനെ ഈ വിവരം അറിയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തര എക്സിക്യൂട്ടീവാണ് CPI വിളിച്ചത്. എന്നാൽ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് ഇക്കാര്യത്തിൽ CPIയിൽ ഉള്ളത്. രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല, അത് LDFനെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യമാണ് ഭൂരിപക്ഷം CPI എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഉള്ളത്. പൊതുപ്രവർത്തനത്തിൽ ധാർമ്മികത അനിവാര്യമാണെന്നാണ് പൊതുവികാരം. ഇക്കാര്യത്തിൽ UDF എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അത് തന്നെ, അതിന് പിന്നാലെ പോകേണ്ട എന്നാണ് CPIയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും നിലപാട്. EP ജയരാജൻ പറഞ്ഞിരുന്നു, കോൺഗ്രസിന്റെ MLAമാർ രാജിവെച്ചിട്ടില്ല, എൽദോസ് കുന്നപ്പള്ളിയും M വിൻസെന്റും രാജിവെച്ചില്ലായിരുന്നു, അതുകൊണ്ട് മൂന്നാമനായ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. പക്ഷേ ഇത് ശരിയല്ല എന്നാണ് CPIയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം. LDF വ്യത്യസ്തമാണ്, ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്ന നിലപാടാണ് CPIയിൽ ഭൂരിപക്ഷം എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഉള്ളത്. പക്ഷേ ബിനോയ് വിശ്വത്തിന്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇക്കാര്യത്തിൽ CPM തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ്. കടുത്ത നിലപാട് CPI എടുക്കുകയും സമ്മർദ്ദമുണ്ടാക്കേണ്ട എന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇതുപോലൊരു വിഷയത്തിൽ നീങ്ങിയത് ഏറ്റവും ശരിയായ വഴിക്കാണ്. ഈ ഗവൺമെൻറ് സ്ത്രീപക്ഷത്താണ്. സിനിമയിലെ സ്ത്രീകളുടെ മാനം, അന്തസ്, തൊഴിൽ സുരക്ഷിതത്വം ഇതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വെച്ച ഗവൺമെൻറ്റാണ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചു LDF ഗവൺമെൻറ്. ആ സംവിധാനത്തിൽ, ആ സമിതിയിൽ 4 ഉന്നതരായിട്ടുള്ള IPS ഓഫീസേഴ്സ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കി LDF ഗവൺമെൻറ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് LDF ഗവൺമെൻറ് ഈ വിഷയത്തിൽ സ്ത്രീകളുടെ ഭാഗത്താണെന്നാണ്. ഈ ഗവൺമെൻറ് ഇരകളുടെ കൂടെയാണ് ആയിരിക്കുമെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇവിടെ ഇതേ തരത്തിലുള്ള ആരോപണത്തിന് വിധേയരായിട്ടുള്ള MLAമാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞ് മാത്രമല്ല വിഷയം,
കാത്തിരിക്കാൻ, ഡോണ്ട് ബി ഇൻ എ ഹറി. തിരക്ക് കൂട്ടേണ്ട എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. EP ജയരാജന്റെ പ്രതികരണം കേൾക്കാം. EP ജയരാജൻ പറഞ്ഞത് കോൺഗ്രസിന്റെ MLA മാർ രാജിവെച്ചിട്ടില്ല, അതുകൊണ്ട് മുകേഷും രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് EP ജയരാജന്റെ പ്രതികരണം. MLA സ്ഥാനത്ത് നിന്ന് മുകേഷ് ഒഴിയണമെന്ന് CP അടക്കം ആവശ്യപ്പെട്ടു. അങ്ങനെ മുന്നണിയുടെ കൺവീനർ കൂടിയാണല്ലോ. ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA മാർ, ആ 2 MLA മാർക്കെതിരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാമതാണ് ഒരു MLA-ക്ക് നേരെ വരുന്നത്. 2 MLA മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ 2 MLA മാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും 3ാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള 2 MLA മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ 3ാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ്. MLA മാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ശരിയായ നില സ്വീകരിക്കും. നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് പക്ഷേ ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് CPM ആണെന്നും ധാർമ്മികമായി MLA സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. കേസ് വന്നു കഴിയുമ്പോൾ അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വരേണ്ട കാര്യമല്ലേ? കേസ് എടുക്കട്ടെ, കേസ് മൂവ് ചെയ്യട്ടെ. ഒരു MLA എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം MLA അല്ലാതെ ചെല്ലുന്നതാണ്. പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നത്. അത് ധാർമ്മികതയുടെ പേരിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത്. അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതെന്താണെന്നുള്ളത് വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം. പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ചുറ്റിപ്പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടെ ആളുകളെയായി. എറണാകുളത്ത് ഇന്നലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത്. ഇതിൽ മുകേഷ് ഉണ്ട്, ഇടവേള ബാബു ഉണ്ട്, മണിയൻപിള്ള രാജുവുണ്ട്, ജയസൂര്യയുണ്ട്. ജയസൂര്യക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല. പക്ഷേ ബാക്കി 3 നടന്മാർക്കെതിരെയും ആ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ടുകൂടിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾക്കെതിരെയും കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ നിർമ്മാതാവ് VS ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചു എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ള മറ്റു 2 പേർ. മുകേഷിന് പുറമെ മണിയൻപിള്ള രാജു, ഇടവേള ബാബു, VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം ഇവയാണ് ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. സിദ്ദിഖിനെതിരെ നേരത്തെ തന്നെ നടി മൊഴി നൽകിയതാണ്. ഇക്കാര്യത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കുകയാണ്. സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവെടുപ്പുകളാണ് നടത്തുന്നത് അന്വേഷണ സംഘം. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തി. സിദ്ദിഖും നടിയും അതേ ദിവസം മാസ്കോട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നത് രേഖകൾ പരിശോധിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. മറ്റുള്ളവർക്കെതിരെയായ കേസുകളിലും അതാത് പോലീസ് സ്റ്റേഷനുകളിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അന്വേഷണ സംഘത്തിന് കേസ് കൈമാറുകയാണ് ഉണ്ടായത്. 4 സംഘങ്ങളായിട്ടാണ് അന്വേഷിക്കുന്നത്. ഇതിൽ ഈ നടിമാർ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടങ്ങളിലുള്ള പരിശോധനയാണ് ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുകയാണ്. VV അരുൺ തിരുവനന്തപുരത്ത് നിന്നുണ്ട്, ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്, VV വിനോദും തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ആദ്യം CPIയുടെ ഈ സമ്മർദ്ദം എത്രമാത്രം ശക്തമാണ് എന്നതിനെക്കുറിച്ച് VV അരുൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എന്തായാലും CPM മുകേഷിനെ കൈവിട്ടിട്ടില്ല. അതുമാത്രമല്ല, ഒരു MLA രാജിവെക്കേണ്ട കാര്യമില്ല എന്നത് പഴയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF കൺവീനർ ഇന്ന് പറയുകയുണ്ടായി. CPI ഇക്കാര്യത്തിൽ പക്ഷേ ഒരു സമ്മർദ്ദ ശക്തിയായി വരുമോ? ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ അത് സൂചിപ്പിക്കുന്നില്ലല്ലോ. മനുഷ്യ EP ജയരാജന്റെ ഈ ന്യായീകരണം എത്ര ദിവസം അങ്ങനെ മുകേഷ് സംരക്ഷണം ഒരുക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാര്യങ്ങൾ ഒരു പരിധിവരെ CPMന്റെ കൈവിട്ടു പോകുന്നു വേണം വിലയിരുത്താൻ. മുകേഷിന്റെ രാജി കൂടിയേ മതിയാകൂ എന്ന നിലപാടിലേക്ക്
CPI നേതൃത്വം വൈകാതെ എത്തിച്ചേരുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം കോൺഗ്രസിന്റെ 2 MLA-മാർ എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന പ്രശ്നം മാത്രം ഉയർത്തിക്കാട്ടി മുകേഷിനെ പ്രതിരോധിക്കാൻ CPM-ന് കഴിയില്ല. ഇത് സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഭവവികാസമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM എല്ലാ കാലത്തും സ്ത്രീപക്ഷവാദികളാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അഭിമാനം സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുമെന്ന് അടിക്കടി പറയുന്നവരാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ MLA എങ്ങനെ നിയമസഭയിൽ ഒരു ബലാത്സംഗ കേസിലെ ബലാത്സംഗം എന്ന് പറയുമ്പോൾ നിരവധി സ്ത്രീകൾ മുകേഷിനെതിരെ പല സംഭവങ്ങളായി പരാതികളായി രംഗത്ത് വരുന്നു. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നിയമസഭയിലടക്കം ഇടതുപക്ഷ CPM-ന്റെ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് ഈ ഒരു ന്യായം പറയാൻ CPM-ന് കഴിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ CPM-ന് കഴിയുമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. CPI-യും മുകേഷിനോട് നേരത്തെ എടുത്ത ഒരു സമീപനമാകില്ല വരും ദിവസങ്ങൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് CPI-യുടെ സംസ്ഥാന നിർവാഹക സമിതി അടിയന്തരമായി വിളിച്ചു ചേർത്തത് ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. പല നേതാക്കളും അനിരാജയും പ്രകാശ് ബാബുവിനെയും പോൽ നേതാക്കൾ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് ഇനി വരേണ്ടത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് CPI-ക്കുള്ള വലിയ അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിലുണ്ട്. CPM തീരുമാനിക്കട്ടെ, അവർ പറയട്ടെ മുകേഷിന്റെ കാര്യം, അവരുടെ MLA അല്ലേ എന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തോട് പൊതുവിൽ വലിയ യോജിപ്പ് അല്ലെങ്കിൽ ആ നിലപാടിന് വലിയ സ്വീകാര്യത CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ലഭിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുകേഷ് രാജിവെക്കേണ്ടി വരും എന്ന ഒരു അഭിപ്രായം CPI-യിൽ ശക്തമാണ്. ഇന്നത്തെ യോഗം അല്പസമയത്തിനകം അവസാനിക്കുമെന്ന് കരുതുന്നു. ഓൺലൈനായാണ് നിർവാഹക സമിതി ചേരുന്നത്. ചില നേതാക്കൾ ഇവിടെ നിന്ന്, വിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിന്ന്, മുല്ലക്കര രത്നാകരനും ഉൾപ്പെടെ നേതാക്കൾ ഈ CPI-യുടെ സംസ്ഥാന സമിതി ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും മുകേഷിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ്. അവിടെ സർക്കാരിന് CPM-ന് ഒരു തണൽ ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നത് UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു അഴകുഴമ്പൻ നിലപാടാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെടാൻ ഇതുവരെയും ഔദ്യോഗികം ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായിട്ടില്ല. മുകേഷ് തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതിന് കാരണം അവരുടെ 2 MLA-മാർ സമാനമായ വകുപ്പുകളിൽ പ്രതിയേർക്കപ്പെട്ടവരാണ്. ഒരാൾ ജയിലിൽ കഴിഞ്ഞയാളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ വനിതാ സംഘടനയും മഹിളാ കോൺഗ്രസും അതുപോലെ തന്നെ ചില നേതാക്കളുമൊക്കെ ഘടകകക്ഷി നേതാവായ KK രമ അടക്കമുള്ളവർ മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കോൺഗ്രസിലും ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കോൺഗ്രസിന്റെ ഈ ഒരു കടുത്ത സമ്മർദ്ദമില്ലാത്തത് ഇതുവരെ CPM-ന് സഹായകരമാണ്. പക്ഷേ CPM-നും ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഒരുപാട് ദിവസം ഈ ഒരു നില തുടരാനാകില്ല. കോൺഗ്രസ് MLA-മാർ രാജിവെക്കാത്ത കാരണം മാത്രം പറഞ്ഞുകൊണ്ട് CPM-ന് പിടിച്ചെടുക്കാൻ കഴിയില്ല. അത് CPM-ന് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന അഭിപ്രായമുള്ളവർ CPM-നുമുണ്ട്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗമാണ് അടുത്ത ദിവസം ശനിയാഴ്ച. CPM-ന് സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. KK ശൈലജയെ പോലുള്ള നേതാക്കളൊക്കെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. PK ശ്രീമതിയാണ് CPM-ന്റെ മഹിളാ സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ. അവർ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ്, അവരും ജനറൽ സെക്രട്ടറി മറിയം ധാവളയും പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ എത്ര ഉന്നതരായാലും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാട് അവർ ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ DYFIയുടെ നിലപാട് പരോക്ഷമായെങ്കിലും മുകേഷ് ഉൾപ്പെടെയുള്ളവർക്ക് നടപടി ആവശ്യപ്പെടുന്നു. DYFI രംഗത്ത് വന്നു കഴിഞ്ഞു. AYF CPI-യുടെ സംഘടന അതിശക്തമായ വിമർശനവും ഉന്നയിച്ച് ഇതിനകം അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ATUC ഇന്നലെ ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സായാഹ്ന ധർണ നടത്തിക്കഴിഞ്ഞു. അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് ഇടതുമുന്നണി സ്വീകരിക്കണം. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നിലപാടിനോട് ചേർന്ന് പോകുന്ന തീരുമാനങ്ങൾ ഈ വിഷയത്തിലും ഉണ്ടാകണം. അവിടെ ഒരു MLA സംരക്ഷിക്കാൻ എത്ര നാൾ സംരക്ഷിച്ചു നിർത്താൻ UDF-ന്റെ കോൺഗ്രസിന്റെ MLA-മാർ സമാന കേസുകൾ പ്രതിയായപ്പോൾ അവർ രാജിവച്ചില്ല എന്ന ന്യായം മാത്രം പറഞ്ഞുകൊണ്ട് മുകേഷിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗം പുരോഗമിക്കുന്നു. CPM-ന്റെ 2 ദിവസത്തെ നേതൃയോഗങ്ങൾ നാളെ തുടങ്ങുന്നു. CPM സമ്മർദ്ദത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി നിയോഗിക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ നേട്ടമായി മേന്മയായി എടുത്തുകാട്ടിയ സർക്കാരാണ്. രാജ്യത്ത് ഒരിടത്തും തയ്യാറാകാത്ത തരത്തിലുള്ള വിപ്ലവകരമായ നീക്കം അതിനെ പാടി പുകഴ്ത്തിയവരാണ് അവർ. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം അതിൽ അടയിരുന്നു 4.5 വർഷം. അതിനുശേഷം തങ്ങളുടെ MLA അടക്കമുള്ളവർക്ക് ആരോപണം വരുമ്പോഴും ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് CPM തുടർന്നത് CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് യോജിച്ചതല്ല എന്ന വിമർശനം ശക്തമാകുമ്പോൾ അധികം സംരക്ഷണ വലയം അധികം നാൾ മുകേഷിന് തീർക്കാൻ CPM-ന് കഴിയില്ല. ശരിയാണ് അരുൺ. എന്തായാലും CPI ഒരു സമ്മർദ്ദ ശക്തിയായി വരുന്നുണ്ട്. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പക്ഷേ ഇത് CPM തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ്. എന്തായാലും വരും ദിവസങ്ങൾ ഇതിൽ അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നുണ്ട്. ഡാനി, കൊച്ചിയിലുള്ള കേസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ജയസൂര്യയുടെയും സിദ്ദിഖിന്റെയും കേസുകൾ തിരുവനന്തപുരത്താണ്. കൊച്ചിയിൽ ഇടവേള ബാബുവിനെതിരായ കേസുണ്ട്.
അതുപോലെ തന്നെ മണിയൻപിള്ള രാജുവിനെതിരായ കേസും മുകേഷിനെതിരായ കേസും മരട് പോലീസ് സ്റ്റേഷനിലാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ, എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ കേസുകളിൽ, ഈ 3 പേർക്കും എതിരായ കേസുകളിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം എന്തെല്ലാം നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, തെളിവെടുപ്പുകൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ, വിവരങ്ങൾ ശേഖരിക്കുന്നത്? മഞ്ജുഷ ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഉടൻ നടപടികൾ എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അന്വേഷണ സംഘം വളരെ വേഗത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഒരു താമസവും ഈ കാര്യങ്ങളിൽ വരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ ഏതാണ്ട് 10 മണിക്കൂറിലധികം നീണ്ടുനിന്ന മൊഴിയെടുപ്പായിരുന്നു. അത് രാത്രി 11 മണിയോടുകൂടി അവസാനിക്കുന്നു. അതിനുശേഷം ഇന്ന് തന്നെ അത് അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അത് കൈമാറുമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് തന്നെ കൈമാറ്റം നടത്തുകയും ഇന്ന് രാവിലെയോടുകൂടി തന്നെ അതായത് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ പരാതിക്കാരിയായ യുവതിയോട് സംസാരിക്കുമ്പോൾ അവരോട് രഹസ്യമൊഴി രേഖപ്പെടുത്തണം, അതിനുള്ള ഒരു സമയം നിശ്ചയിക്കുന്നുണ്ട്, അത് അവരെ ഉടൻ അറിയിക്കുമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന 7 പരാതികൾ സംബന്ധിയായും രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. അത് കോടതിയിൽ തന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തുമ്പോൾ അതിനൊരു ആധികാരികത കൂടി വരുന്നു. പിന്നീട് അത് തന്നെയായിരിക്കും അതിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക എന്നതാണ്. അവർ അതിന് ഏതു സമയത്തും അവർ അതിന് തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരിശോധനയുടെ ഭാഗമായിട്ട് നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊന്നുകൂടി ചേർക്കുന്നു. രഞ്ജിത്തിനെതിരായ പരാതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഡോക്യുമെന്ററി സംവിധായകനായ ജോഷി ജോസഫിന്റെ മൊഴി കൂടി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണ സംഘം വളരെ വേഗത്തിൽ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വലിയ പുരോഗതി തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരണം കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാഹചര്യം അവർ കണക്കിലെടുക്കുന്നു. അതുമാത്രവുമല്ല, ഈ അന്വേഷണ സംഘം ഇന്നലെ ഈ പരാതിക്കാരിയോട് സംസാരിച്ചത് അത്രയും അവരെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയുവാനുള്ളത് അത്രയും പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസവും നൽകുന്ന തരത്തിലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇപ്പോൾ മാധ്യമങ്ങളോടക്കം പല രീതിയിൽ പറയാതിരുന്ന പല കാര്യങ്ങളും അവർക്ക് അന്വേഷണ സംഘത്തോട് തുറന്ന് പറയാൻ കഴിഞ്ഞത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ നടന്മാർക്കെതിരെയുള്ള ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് അന്വേഷണ സംഘത്തോട് പറയുകയും കൃത്യമായ ഇക്കാര്യത്തിൽ നടന്മാർക്കെതിരായിട്ടുള്ള പരാതിയിൽ അതിൽ എറണാകുളത്ത് അന്വേഷണം നടക്കുന്നത് മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും മണിയൻപിള്ള രാജുവിനെതിരെയുമാണ്. അതോടൊപ്പം തന്നെ മറ്റ് 3 പേർക്കെതിരെയും അവിടെ VS ചന്ദ്രശേഖരൻ, കോൺഗ്രസ് നേതാവ് കൂടിയാണ് ചന്ദ്രശേഖരനെതിരെയുള്ള കേസിലും അവിടെയാണ് അന്വേഷണം. നോബിൾ കിച്ചു, ഈ 2 പേർക്കെതിരെയുമുള്ള പരാതിയിലും അന്വേഷണം നടക്കുന്നത് എറണാകുളത്താണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സിദ്ദിഖിനെതിരെയുള്ള FIR-ൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയസൂര്യക്കെതിരെയുള്ള FIR-ലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കേസുകളിലാണ് തിരുവനന്തപുരത്ത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിദ്ദിഖും യുവതിയും മാസ്കറ്റ് ഹോട്ടലിൽ, ഈ യുവതി നൽകിയ പരാതിയിൽ പറയുന്ന അതേ ദിവസം മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിലുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നടന്മാർക്കെതിരെ പരാതി കൊടുത്ത ആളുടെ പ്രതികരണം കേൾക്കാം. ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതുമാത്രമല്ല രഹസ്യമൊഴി ഏത് സമയത്ത് വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്നുമാണ് നടി പറയുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. നടിയുടെ പരാതിയിൽ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിശദമായ രീതിയിൽ മൊഴിയെടുത്തു. ഇതിനുശേഷം ഇപ്പോൾ 7 പേർക്കെതിരെ നടൻ മുകേഷ്, MLA കൂടിയായ മുകേഷും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് ആ കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസിന്റെ ഇന്ന് രാവിലെയോടുകൂടി അതിന്റെ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കും. ഇപ്പോൾ നടി നമുക്കൊപ്പം തന്നെ ചേരുന്നു. പരാതിയിൽ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഒരു ആദ്യ പ്രതികരണം? ആദ്യത്തെ പ്രതികരണം സർക്കാരിനും SITക്കും മീഡിയയ്ക്കും ഹേമ കമ്മിറ്റിക്കും എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്ക് നീതി കിട്ടി, എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും അതുപോലെ SIT DIG മാഡും SP പൂങ്കുഴലി മാഡും ഒക്കെ വളരെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഇരുന്ന് ക്ഷമയോടെ നമ്മളെ കേൾക്കാനും അതെല്ലാം സത്യസന്ധമായിട്ട് അവർക്ക് അതിനുള്ള ഒരു നടപടി എടുക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിന്
എനിക്ക് എല്ലാവരോടും ഈ നന്ദി പറയാണ്. സത്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കാനാ? അതുകൊണ്ട് ആ ഒരു ദൈവവിശ്വാസവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. കാരണം സത്യം നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരും നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമുക്ക് അവരും സർക്കാരും നീതിയുടെയും സത്യത്തിന്റെയും കൂടെയാണ്. അത് ഏത് ഇരയാണെങ്കിലും, ഒരു സിനിമാ നടി ആയതുകൊണ്ടൊന്നുമല്ല, അത് ഏത് ഫീൽഡ് ആയിക്കോട്ടെ, അവരുടെ കൂടെ സർക്കാരും നിയമവും അവരോടൊപ്പം ഉണ്ടാവും. പക്ഷെ സത്യമായിരിക്കണം. മലയാള സിനിമയിൽ നിൽക്കുന്ന സ്ത്രീകൾ അവർക്കൊരു പൊതുവിലൊരു ധൈര്യം പകരുന്നതായിട്ട് സ്വയം തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ മുൻപോട്ട് വരുന്നുണ്ടല്ലോ. ഒത്തിരി പേര് പലരും ചിലപ്പം അവരുടെ ഫാമിലി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഇനി അങ്ങനെ മീഡിയ എല്ലാവരും അറിയും നാണക്കേടാകുമോ? നമ്മുടെ സമൂഹം, കേരള സമൂഹം കുറച്ചുകൂടെ മാറാനുണ്ട്. കാരണം ഇത് ലൈഫിനെ നമ്മൾ പ്രാക്ടിക്കലാക്കി എടുക്കും. ഇനിയിപ്പോ കേസിന്റെ നടപടി, രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്നു, അത്തരം കാര്യങ്ങളിലേക്കാണ്. അത് ഇതിന്റെ പ്രൊസീജിയറാണല്ലോ. ഇങ്ങനെ ഒരു കേസ് എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ പ്രൊസീജിയറിനോടും എനിക്ക് സഹകരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ സഹകരിക്കണം. അപ്പോൾ കാരണം അതിന് ഉള്ള സാവകാശം നമ്മൾ അവർക്ക് കൊടുക്കണം. ആരോപണം ഉയർത്തിയവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഭീഷണി, അതായത് പ്രത്യേകിച്ച് മുകേഷ്, നടൻ ജയസൂര്യ, അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ, പിന്നീട് എപ്പോഴെങ്കിലും ഈ പരാതിയുമായി പോകരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരാണ്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിന്ന്, ഇടി കോപ്പയെന്നൊക്കെ. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് കേസ് സത്യമല്ലെങ്കിൽ നിന്നെ ഇതാക്കുന്നുള്ള രീതിയിൽ. അപ്പൊ സത്യമായെന്ന് മനസ്സിലായില്ല, ബോധ്യമായില്ല അവർക്ക്. ഇപ്പൊ മുകേഷിനെതിരെല്ലാം ആരോപണം വന്നിരിക്കുന്നത് അദ്ദേഹം MLA കൂടിയാണ്. എന്താണ് വ്യക്തിപരമായ ഒരു അഭിപ്രായം? ആ സ്ഥാനം രാജിവെച്ച് നിൽക്കണം എന്നാണ്. പെർഫെക്റ്റ് ആളല്ല, നല്ല മനുഷ്യനല്ല, മുഖംമൂടിക്കാരനാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ട് പിന്നെ സ്വയം അവിടെ നിൽക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ല, ഇത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, സർക്കാരാണ് തീരുമാനിക്കണം. ആരാണ് ഇവരുടെ പാർട്ടി തന്നെ തീരുമാനിക്കണം ഇങ്ങനെ ഒരു മുഖംമൂടിനെ അവർക്ക് ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും വിട്ടു നിൽക്കണം. ഇത്രയും വർഷം നല്ല ദാണ്ഡവ നൃത്തം ആടിയില്ല അവര്. ഇനി അതൊക്കെ ഒന്ന് അഴിച്ചു വെക്കട്ടെ. അമ്മ എന്നുള്ളത് ഒരു വലിയ കുരുക്കാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇത് അമ്മ എന്ന് വെച്ചാൽ ശരിക്കും ആർട്ടിസ്റ്റിനെ അവരൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ സിനിമ ഫീൽഡിലുണ്ടായി. സിനിമ ഫീൽഡിലുണ്ടായിട്ട് ഈ അമ്മ എന്ന ഒരു ഓർഗനൈസേഷൻ എന്താണ് അവർ ചെയ്തത് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പം പ്രസിഡന്റ് ലാലേട്ടനാണെങ്കിൽ തന്നെ ഒരു പ്രതികരണമില്ല. അങ്ങനെ പ്രതികരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂജനെ അപ്പം നല്ല കഴിവും നല്ല സാമർത്ഥ്യവും തന്റെ ഇടത്തോടെ പ്രതികരിക്കാൻ കഴിവുള്ള പൃഥ്വിരാജ് അല്ലേ, പൃഥ്വിരാജിനെ പ്രസിഡന്റ് ആക്കണം. അതുപോലെ തന്നെ ഗായത്രി നല്ല സംസാരിക്കാൻ കഴിവുള്ളൊരു സ്ത്രീയാണ്. അവരൊക്കെയാണ് പക്വതയുള്ളവരാണ് ആക്കേണ്ടത് അല്ലേ. അപ്പൊ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഹേമ കമ്മിറ്റിയിലെ തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ തന്നെയാണ് മലയാള സിനിമാ ലോകത്ത് ഉണ്ടാകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ജയസൂര്യയ്ക്കും സിദ്ദിഖിനും എതിരെയുള്ള അന്വേഷണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, മാസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തുകയും അതുവഴി രേഖകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ടല്ലോ അന്വേഷണ സംഘത്തിന്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലാണല്ലോ ജയസൂര്യക്കെതിരെയുള്ള ഈ പരാതി, ആ സംഭവം നടന്ന സ്ഥലം. അതിലേത് രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു? എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ, മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് രേഖകൾ പോലീസ് ശേഖരിച്ചു, അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അന്ന് സിദ്ദിഖ് താമസിച്ചു എന്ന് പറയുന്ന ദിവസത്തെ രജിസ്റ്റർ പരിശോധിച്ചു. അന്ന് അങ്ങനെ അവിടെ സിദ്ദിഖ് താമസിച്ചിരുന്നു എന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവനടി അവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നിള തിയേറ്ററിൽ സിനിമയുടെ പ്രിവ്യൂ കണ്ട ശേഷമാണ് ഈ സിനിമയുടെ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് എത്തിയത്. ഈ സാഹചര്യ തെളിവുകൾ ഇതെല്ലാം തന്നെ യുവനടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. സിദ്ദിഖും അങ്ങനെ കണ്ടിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല. മാതാപിതാക്കൾക്കൊപ്പമാണ് യുവനടിയെ കണ്ടതെന്ന കാര്യമാണ് സിദ്ദിഖ് പറഞ്ഞത്. ഏതായിരുന്നാലും നടി പറഞ്ഞത് പ്രകാരം ഉള്ള കാര്യങ്ങൾ അവിടെ ഹോട്ടലിൽ എത്തുകയും കാണുകയും ചെയ്തു എന്നതിന് സ്ഥിരീകരണമാണ്. അവിടെ ഈ രേഖകൾ, അതിന് ഈ പറയുന്ന തരത്തിലുള്ള രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ വേണം. വൈദ്യപരിശോധന കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു. നടിയുമായി വൈദ്യപരിശോധന കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷം വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. എങ്കിൽ തന്നെയും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഈ ശാസ്ത്രീയമായ തെളിവുകൾ ഇതെല്ലാം തന്നെ ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. സിദ്ദിഖും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 4 പേർക്കെതിരെയാണ്, പ്രധാനപ്പെട്ട 4 പേർക്കെതിരെയാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുള്ളത്. സിദ്ദിഖ്, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ഈ 4 പേർക്കെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്.
ജയസൂര്യയ്ക്കും അതോടൊപ്പം തന്നെ സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീകളോടുള്ള അതിക്രമം, ലൈംഗിക താൽപര്യത്തോടുകൂടി പെരുമാറി തുടങ്ങിയ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. 4 പേർക്കെതിരെ നേരിട്ട് തന്നെ ഈ ബലാത്സംഗ കുറ്റം അത് ചുമത്തിയുള്ള എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. 7 കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായി 18ഓളം പരാതികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കൂടുതൽ പേർ ഈ പരാതിയുമായി രംഗത്തുണ്ട്. ഇനി സർക്കാരിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുകേഷുമായി ബന്ധപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. അതിനകത്ത് രാഷ്ട്രീയ മാനം ഇതിനകം തന്നെ കൈവന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം യുവമോർച്ച കൊല്ലത്ത് മുകേഷിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് മുകേഷിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കും. അല്പസമയത്തിനുള്ളിൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇ പി ജയരാജന്റെ പ്രസ്താവന രാവിലെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് മുകേഷിന്റെ രാജിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ്. എൽദോസ് കുന്നപ്പള്ളിൽ അതോടൊപ്പം തന്നെ എം വിൻസെന്റ് കോൺഗ്രസിന്റെ MLA മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ അവർ രാജിവെച്ചിരുന്നു. അങ്ങനെ 2 രാജി ഉണ്ടായെങ്കിൽ ഇപ്പോൾ 3ാമത്തെ രാജി ഉണ്ടാകുമെന്ന കാര്യമാണ്. അതായത് ശരിയാണ് വിനോദ്, ഇക്കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയും വിവാദങ്ങൾ വരികയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമാ രംഗത്തെ 6 പ്രമുഖർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടക്കുന്നത്. അതിൽ 5 പേർ നടന്മാരാണ്, ഒരാൾ സംവിധായകനാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരായുള്ള കേസ് അതാദ്യം തന്നെ വന്നതാണ്. ഇതിൽ രഞ്ജിത്തിന് എതിരെ ബലാത്സംഗ വകുപ്പ് ചുമത്തിയിട്ടില്ല, അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെയും ഇല്ല. പക്ഷേ ബാക്കി 4 പേർക്കെതിരെയും ബലാത്സംഗ വകുപ്പ് കൂടി 376 കൂടി ചുമത്തിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഗുരുതരമായ കുറ്റമാണ്, ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ അന്വേഷണം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിയമോപദേശം തേടിയിട്ടുണ്ട് ഇവരെല്ലാവരും, പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇതിൽ വിനോദ്, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് പോയാൽ എങ്ങാനും കോടതി തള്ളുകയാണെങ്കിൽ അതൊരു തിരിച്ചടിയാകും എന്നുള്ള ഒരു ബോധ്യത്തിലായിരിക്കില്ലേ ഇങ്ങനെ പെട്ടെന്നൊരു നിയമ നടപടിയിലേക്ക് കടക്കേണ്ട എന്ന് ഈ പ്രമുഖർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ. മഞ്ജുഷ്, ആദ്യഘട്ടത്തിൽ തന്നെ സിദ്ദിഖിന്റെ പ്രതികരണം, അത് ഈ ആരോപണം ഉയർന്നു വന്ന സമയത്താണ് സിദ്ദിഖ് പറഞ്ഞത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകുന്നില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്നുമായി നിയമവിദഗ്ധരുമായി പ്രധാനപ്പെട്ട ഈ താരങ്ങൾ, അതായത് ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ നിയമോപദേശം തേടുന്നുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷയുടെ സാധ്യത പരിശോധിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഒരുപക്ഷെ അറസ്റ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം കൂടുതൽ പോലീസിന് മേൽ വരും. മറ്റൊരു തരത്തിലാണെങ്കിൽ ഈ വിവാദത്തിൽ ഉൾപ്പെട്ട നടന്മാരെല്ലാം തന്നെ തിരികെയും പരാതി നൽകിയിട്ടുണ്ട്, കൗണ്ടർ പരാതികൾ. ഇതിന്റെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ യുവനടിയിൽ നിന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. 164 കോടതി മുമ്പാകെ നൽകിക്കഴിഞ്ഞാൽ ഈ പീഡന പരാതി പെൺകുട്ടി ഉറച്ചു നിൽക്കുകയും കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിൽ ക്രൂരമായ ബലാത്സംഗത്തിനാണ് താൻ ഇരയായതെന്നും ശാരീരികമായി തന്നെ അതിന് ഹോട്ടൽ മുറിക്കുള്ളിൽ ആക്രമിക്കുകയും ചെയ്തുവെന്ന് യുവനടി പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ 164 ശേഷം അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. ആ നിലയിലേക്ക് നീങ്ങിയാൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരും എന്ന് തന്നെയാണ്. അവിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തേടിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിയമപരമായി ഏത് വഴിയിലൂടെ ആയിരിക്കും ഈ വിവാദത്തിൽ ഉൾപ്പെട്ട ആളുകൾ നീങ്ങുക എന്നതും ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ കടുത്ത വകുപ്പുകളാണ്, ബലാത്സംഗ കുറ്റം ചുമത്തിയുള്ള കേസുകളാണ്. 4 പേർക്കെതിരെയാണ് സിദ്ദിഖ്, മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ഇവർക്കെല്ലാം തന്നെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മറ്റ് 2 പേർക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നതാണ്, ലൈംഗിക ചുവയോടെ സംസാരിക്കുക, അംഗവിക്ഷേപം, ആ താല്പര്യത്തോടു കൂടി സംസാരിക്കുക തുടങ്ങിയ വകുപ്പുകൾ അതെല്ലാം തന്നെ ജാമ്യമില്ലാ വകുപ്പുകളാണ്. രഞ്ജിത്തിനെതിരെയും ജയസൂര്യക്കെതിരെയും അറസ്റ്റിനുള്ള സാധ്യത, അങ്ങനെ അറസ്റ്റ് നടപടി വൈകാനുള്ള അല്ലെങ്കിൽ നീട്ടിവെക്കാനുള്ള സാഹചര്യമല്ല. ഇതെല്ലാം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. ശരിയാണ് വിനോദ്, 6 പേർക്കെതിരെയും ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ്. പക്ഷേ ജയസൂര്യ, രഞ്ജിത്ത് ഈ 2 പേർക്കെതിരെയും 376 ചുമത്തിയിട്ടില്ല എന്നതാണ്. ബാക്കി എല്ലാവർക്കെതിരെയും, ബാക്കി 4 പേർക്കെതിരെയും ബലാത്സംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ മുകേഷിനെ സംരക്ഷിക്കുന്നത് മന്ത്രിമാരാണെന്നാണ് പറയുന്നത്. രഞ്ജിത്തിനെയും മന്ത്രിമാർ സംരക്ഷിക്കുന്നുണ്ട് എന്ന ആരോപണമാണ് കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുകേഷിനെ സംരക്ഷിക്കുന്ന തരത്തിൽ മുകേഷ് MLA രാജിവെക്കേണ്ടതില്ല എന്ന മുൻവിധിയോടുകൂടി പ്രഖ്യാപിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ബാലഗോപാൽ നടത്തിയുള്ള പ്രസ്താവനകൾ എന്താണ്? ആരെ വെള്ളപൂശാനാണ്? മുകേഷിനെ വെള്ളപൂശിക്കൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യമില്ല, മുകേഷ് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല
മുകേഷിനെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലം MLA കൂടിയായ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ പോലും രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു വരുന്നത്. അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന ആരാണ്? മുകേഷ് രാജിവെക്കാൻ അനുവദിക്കാതെ മുകേഷിനെ സംരക്ഷിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? മുകേഷ് ഒരു നിമിഷം പോലും വൈകാതെ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് KK രമ MLA. സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടണമെന്നും KK രമ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമല്ലോ. കാരണം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് സുഗമമായ അന്വേഷണത്തെ നേരിടുക? ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയും അന്വേഷണം മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരികയും ചെയ്യും. പ്രത്യേകിച്ചും ആരോപണം ഉന്നയിച്ച നടി അവർക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ ഉണ്ടാകും. അതല്ല ആവശ്യം. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തെ സ്പീക്കറുടെ അനുവാദത്തോടു കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഇത്രയും മാത്രമല്ലല്ലോ, മുന്നേയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മീറ്റു ആരോപണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഭാര്യ ഉൾപ്പെടെ വളരെ ഗുരുതരമായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഏറലുണ്ട്. അങ്ങനെയൊക്കെ ആരോപണങ്ങൾ നേരിട്ട ഒരാളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ പാർട്ടി നിലപാട് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമാണ്. അതൊക്കെ എന്ത് മാതൃകയാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്? പിന്നെ എങ്ങനെയാണ് സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ ഭാഗത്താണ്, ഇരകളോടൊപ്പമാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും പറയാൻ സാധിക്കുക എന്ന ചോദ്യം അവതരിക്കുകയല്ലേ? മുകേഷിന്റെ രാജിയെക്കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാട് വിചിത്രമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. PMA സലാം ഇതേക്കുറിച്ച് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സർക്കാരിന്റെ നിലപാടുകളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. ഗവൺമെന്റ് തന്നെയാണ്, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. അദ്ദേഹത്തിന്റെ അലംഭാവമാണ്, അല്ലെങ്കിൽ പ്രതികളോട് അദ്ദേഹം കാണിച്ച സഹകരണമാണ് 5 വർഷക്കാലം ഇത് അനിശ്ചിതമായി നീണ്ടുകൊണ്ടുവന്നത്. അവർ വെച്ചുകൊണ്ടാണ് നയരൂപീകരണ സമിതി ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ആ നയം എന്തായിരിക്കും നമുക്കൊക്കെ അറിയാലോ. അവരുടെ നയങ്ങളാണ് സിനിമയിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നതെങ്കിൽ സിനിമ വ്യവസായത്തിന് വേറെ എന്തെങ്കിലും പേരിടലായിരിക്കും നന്നാകുക. ഇനിയെങ്കിലും ഗവൺമെന്റ് തെറ്റുകൾ സമ്മതിച്ച് ആ തെറ്റുകൾക്ക് ഉത്തരവാദിയായ ആളുകളെ മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ പ്രേരിപ്പിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിമിംഗലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണെന്ന് എഴുത്തുകാരൻ T. പത്മനാഭൻ. ഇപ്പോൾ കിട്ടിയ ചുരുക്കം കടലാസിൽ നിന്നാണ് കുറെ ബിംബങ്ങൾ പുറത്തെത്തിയത്. പല കടലാസുകളും എവിടെയാണെന്നും T. പത്മനാഭൻ ചോദിച്ചു. സാംസ്കാരിക മന്ത്രിയുടേത് നിഷ്കളങ്കമായ സത്യപ്രസ്താവനയാണെന്നും പത്മനാഭൻ പരിഹസിച്ചു. നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഞാനത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, തുറന്നു നോക്കിയിട്ടില്ല. എന്തൊരു നിഷ്കളങ്കമായ ഒരു സത്യപ്രസ്താവനയാണ്. ഞാൻ ഇതിലാരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് കുറ്റം പറയുന്നത്. സംഭവിക്കാൻ പാടില്ലാത്ത ആ ചെയ്തികളുടെ ഒരു പരമ്പരയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആദ്യത്തെ കുറെ പേജുകൾ ഇപ്പോഴും ഇരുട്ടിലാണ്. അതിലാണ് ഏറ്റവും വലിയ തിമിംഗലങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനയുള്ളത്. അതിപ്പോഴും ഇരുട്ടിലാണ്. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശ പ്രകാരം പുറത്തുവിടാൻ ഗവൺമെന്റ് സമ്മതിച്ചില്ല. കുറെ കടലാസുകൾ, പേജുകൾ, അവിടെ നിന്നും കുറെ കടലാസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പരമ്പരയാണ്. ഇതെവിടെ അവസാനിക്കുന്നത്? എങ്കിലും ഇപ്പോൾ വിട്ടിട്ടുള്ള ചുരുക്കം ചില കടലാസുകളിൽ നിന്നാണ് കുറെ ബിംബങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണത്. ഇതിന്റെ ഒരു സങ്കടം, ഇതിൽ പലരും ജനമധ്യത്തിൽ ഇന്നലെ വരെ സുന്ദരന്മാരായി നടന്നവരാണ്. ഞാനടക്കമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവർക്കൊക്കെ ഒരു വീരപരിവേഷം, നായക പരിവേഷം ഉണ്ടായിരുന്നു.
ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും പഠിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചത് തമിഴ് നടനായ വിശാലാണ്. സിനിമയിൽ അവസരങ്ങൾ നൽകണം എങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്ന കാസ്റ്റിംഗ് കൗച്ചിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും സ്ത്രീകൾ ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണെന്നും വിശാൽ ന്യൂസ് 18 തമിഴ്നാടിനോട് പറഞ്ഞു. நடிகைகள் பாதுகாப்பு இருக்குங்க. நடிகைகள் பாதுகாப்பு நாங்க கொடுக்கணும் இல்ல, அவங்களுக்கே அந்த உணர்வு இருக்கணும். அவங்க யாராவது இந்த மாதிரி தரைக்குறைவா யாராவது பேசுறாங்களோ இல்ல ஏதாவது அழைப்பு வருதோ, நான் தான் சொல்றேன், செருப்பால் அடிங்க, எடுத்து செருப்பால் அடிங்க. நீங்க நாங்க இருக்கோம் நடிகர் சங்கம், நாங்க இப்ப ஒரு குழு தொடங்குறோம் அவங்களுக்கு பாதுகாப்புக்கு. புகார் கொடுங்க, அதுக்கப்புறம் பாருங்க என்ன நடக்கும்னு. இது நடக்கலன்னு நான் சொல்லல, ஆனா இது நடந்துச்சுன்னா ஒரே ஒரு விஷயம் தான், காலில் இருக்கிற செருப்பை எடுத்து செருப்பால் தப்பு பண்ணாலும் அதுக்கு தண்டனை கண்டிப்பா சந்திக்கணும்ல. ஈஸியா எஸ்கேப் ஆக முடியாது. ஒரு வருஷம் எஸ்கேப் ஆகலாம், 2 வருஷம் எஸ்கேப் ஆகலாம். ஆனா நீங்க தொடர்ந்து நீங்க ஏதாவது அந்த மாதிரி ஈடுபட்டீங்கன்னா கண்டிப்பா அவங்க உங்களுக்கு தண்டனை உண்டு. அது கண்டிப்பா அது உண்டு. கேரளால ஹேமா கமிட்டி மாதிரி தமிழ்நாட்டிலையும் ஏதாவது கமிட்டி ஏதாவது ஃபார்ம் இருக்கு, ஃபார்ம் பண்றோம். இன்னும் 2-3 டேஸ்ல அறிவிப்பு வந்துடும். 10 பேர் குழுவோட ஒரு கமிட்டி ஃபார்ம் பண்றோம். அது ஏமாத்தினது எல்லாருமே மிக முக்கியமான பிரபலமான நடிகர்கள். அதுல முகேஷ், ஜெயசூர்யா மேல எஃப்ஐஆர் வரைக்கும் பதிவாகி இருக்கு. பைத்தியக்காரங்க, வேலையை பார்க்காம வேலை செய்யற பொண்ணை கையை பிடிச்சி இழுத்தா அவன் சரியான பைத்தியக்காரன். அவ்வளவுதான் சொல்ல முடியும். நீ செஞ்ச தப்புக்கு நீ தண்டனை நல்லா அனுபவிக்கணும். திடீர்னு 4 நாள்ல மறுபடியும் ஆன்டிசிபேட்டரி பெயில் வாங்கிட்டு வெளில வருது, அதெல்லாம் நடக்கக்கூடாது. அதுவும் நான் சொல்றேன், சட்டம் இந்த மாதிரி ஒரு விஷயம் இருந்ததுன்னா தண்டனை ஃபுல்லா கொடுக்கணும். அப்பதான் பயம் வரும். பயம் வந்தாதான் எல்லாமே நிக்கும், எல்லாமே நின்னுடும். பயம் இல்லாததுனால தான் இவங்க எல்லாரும் பயன்படுத்திக்கிறாங்க. அந்த பயம் உண்டாக்கணும். அதுதான் நான் சொல்ல வரேன். കാസ്റ്റിംഗ് കൗച്ചിനെതിരെ തമിഴ് സിനിമയിലും പൊതുവായ വികാരം ഉയർന്നു വരികയാണ്. നടൻ വിശാലാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ തമിഴ് സിനിമയിലും ഇങ്ങനെയൊരു കമ്മിറ്റി വരാൻ പോവുകയാണെന്നാണ് വിശാൽ പറഞ്ഞത്. അതുമാത്രമല്ല, ആരൊക്കെയാണോ സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടത്തുന്നത് അവർക്കെതിരെ ശിക്ഷ ഉണ്ടാകണമെന്നും നടൻ വിശാൽ പറയുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും അതുപോലെ തന്നെ മലയാള സിനിമയിൽ തുടർന്നു വരുന്ന സ്ത്രീകൾക്കെതിരായ ചൂഷണങ്ങളെക്കുറിച്ചും മുൻകാല നടി ഷക്കീല ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിലാണ് ഷക്കീലയുടെ പ്രതികരണങ്ങൾ വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിനെക്കുറിച്ചും ഷക്കീല പ്രതികരണം നടത്തി. അന്നും ഇന്നും ഒരേ ആളുകൾ തന്നെയാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്നും പണ്ട് മുതലേ മലയാള സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി, മുകേഷ് ഇവരൊക്കെ തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്നുമാണ് ഷക്കീലയുടെ പ്രതികരണം. ഷക്കീലമ്മ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന്, മെയിൽ ഓറിയന്റഡ് ആണ് ആ പവർ ഗ്രൂപ്പ് എന്ന്. ഷക്കീലമ്മ മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു. ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വരയ്ക്കും ഇருக்கு. വേറെ യാരും ഇല്ല. മോഹൻലാൽ, മമ്മൂട്ടി തവറ അങ്ങ യാർ പവർ ഗ്രൂപ്പ്? അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ്. അവിടെ ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ്. അവരാ മറ്റാരുണ്ട് അതില്? അതിലിപ്പോ മുകേഷ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാരുമേ ഉണ്ട്. പക്ഷെ മെയിൻ അവരാ. രാത്രിയായാൽ നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് അന്നും ഉണ്ടായിരുന്നുവെന്നാണ് ഷക്കീല പറയുന്നത്. നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഷക്കീല പറഞ്ഞു. രൂപശ്രീയെ ഈ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് തിരിച്ചയച്ചത് താനാണെന്നും ഷക്കീല ന്യൂസ് 18നോട് പറഞ്ഞു. ഒക്കെ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? ഒരു ഫിലിം, പേരറിയില്ല, കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമില്. ഒരു കൊച്ചു പമ്പാല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരേ ഒരു ഗസ്റ്റ് ഹൗസ്. അവിടെ ഞാൻ ഒരു വീട്ടിൽ വേല ചെയ്യുന്ന പെണ്ണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർ ഒന്നും ഷക്കീല എന്നൊന്നും ഇല്ല. അപ്പോൾ അതിലെ ഹീറോയിൻ രൂപശ്രീ ആയിരുന്നു. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് റൂം എനിക്ക്. അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയൂല. ഒരു ഹീറോയിൻ മെറ്റീരിയൽ അല്ലേ. അപ്പം ഞാൻ എൻ്റെ അണ്ണിയനും മേക്കപ്പ് മാനും എൻ്റെ അസിസ്റ്റന്റ് എൻ്റെ ഒരു പേമ ലാമോ എന്ന് ഒരു നേപ്പാളി ഫ്രണ്ട്, ആ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ
അവിടെ റൂമിൽ ചീട്ടുകളി നൈറ്റ് ചീട്ടുകളിയൊക്കെ. അപ്പോൾ ഒരു 12-12:30 ആകുമ്പോൾ ഈ ഞങ്ങളുടെ ഡോർ ക്ലോസിൽ വരുന്ന ഒരു ഭയങ്കര നോക്കിംഗ് സൗണ്ട്. എടി വെല്ലവാടി ഇല്ലവാടി എന്ന്. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്താൽ ഓപ്പോസിറ്റ് റൂം ഹീറോയിന് അവർ അങ്ങനെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അവർ കത്തുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു പോ. അത് ഇപ്പൊ എനിക്ക് കലാഭവൻ മണി ഉണ്ടായിരുന്നു ആ ഫിലിമിൽ അറിയാം. ഫിലിം പേരറിയില്ല. രൂപശ്രീ ആയിരുന്നു ഹീറോയിൻ എനിക്കറിയാം. അത് ഞാനുമുണ്ട്. ഫിലിം പേരറിയില്ല. സോ അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഈ കേരളത്തിലെ ഒരു നല്ല മാറ്റർ ഇന്നും ഒരു പ്രൊഡ്യൂസർ വരും. നാളെ ഈ പ്രൊഡ്യൂസർ ഒപ്പം ഇനി ഒരാൾ വരും. അവനും പറയും ഇവർ എന്റെ പാർട്ട്ണർ, ഇവരും ഒരു പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു 10 നാളിൽ 10 പ്രൊഡ്യൂസർ വരും. ஸோ நமக்கு எனக்கு அது கரெக்டாக யார் என்னன்னு பேர் எனக்கு அறியல. அப்போ அமெரிக்கன் அச்சாயன்னு ஒரு ஆள் உண்டாയിരുന്നു. இப்போ இருக்கிறாரா இல்லையான்னு எனக்கு அறியல. அவர் ഉണ്ടായിരുന്നു. അങ്കിൾ, നല്ല അങ്കിൾ. അവർ ഒരു ജീപ്പ് എല്ലാം വെച്ചിരിക്കും അവിടെ. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞു പോക്കോണം, നീ ഇതിൽ വരരുത്, നീ ആരാടി, നീ പോയിക്കോ. അത് വെല്ല പോകുന്നു പറഞ്ഞ് ഞാനും എൻ്റെ മേക്കപ്പ് മാനും 2 അര മുന്നോട്ടു. അപ്പോൾ ദേശത്തിൽ അവർ പോയി. ഞങ്ങൾ ഉള്ള ഗസ്റ്റ് ഹൗസ് ടോട്ടൽ ലോക്ക് ചെയ്തിട്ട് അച്ചായൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ചായ എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ നമുക്ക് ഏർലി മോർണിംഗ് ഇവിടെ നിന്ന് അപ്പോൾ അവർ 4 o'clock ആണ് അവർ ഡ്രൈവർ വന്നത്. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇവർ നെക്സ്റ്റ് ഡേ എല്ലാം വന്ന് തേടി. പക്ഷേ എങ്ങൾക്കറിയാം ഇവളുടെ പോർഷൻ ഒക്കെ ഫിനിഷായി. അതുകൊണ്ടാണ് ഇവർ ഡിസ്റ്റർബ് ചെയ്യുന്ന അവള്. അപ്പൊ പിന്നെ ആ കുട്ടിയും ഇപ്പോൾ ഒരിക്കലും നാനും ഒരു 20-30 years ഫ്രണ്ട്സ്. മറ്റു പല കാര്യങ്ങളും ഷക്കീല വെളിപ്പെടുത്തുകയുണ്ടായി. തന്റെ കൂടെ അഭിനയിച്ച രേഷ്മ, മറിയ എന്നിവരെ പലവട്ടം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് അറിയാമെന്ന് ഷക്കീല പറഞ്ഞു. 6 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് സെറ്റിൽ നിന്ന് പോകുന്ന പതിവായിരുന്നു തനിക്ക്. അതിനുശേഷമായിരുന്നു പലരും അവരോട് മോശമായി പെരുമാറിയിരുന്നതെന്നും ഷക്കീല വെളിപ്പെടുത്തി. അവരുടെ വാക്കുകളിലേക്ക്. 100% ആരാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മറിയ പറഞ്ഞു. ഇപ്പൊ മറിയ അവിടെ തന്നെ. രേഷ്മ പറഞ്ഞു. രേഷ്മ ഇപ്പൊ മൈസൂരിലുണ്ട്. ഇവരൊക്കെ പറയും. എന്താ പറഞ്ഞെന്ന് വെച്ചാ ഇതന്നെ. ഇപ്പൊ ഞാൻ പോവും, എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 6ക്ക് മേലെ വർക്ക് ചെയ്യില്ല. അതിനുശേഷമാണ് ഇവരുടെ ന്യൂഡ് സീൻസ് ഒക്കെ എടുക്കുന്നത്. ഇതെനിക്കറിയില്ല. അപ്പോ ഈ ഡയറക്ടർമാരൊക്കെ ആ ന്യൂഡ് സീൻ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവര് വേണം. അപ്പൊ ഇവര് പോണെന്ന് പറയും. അപ്പൊ ഇവരൊക്കെ കരഞ്ഞ് എനിക്ക് ഇതൊക്കെ ഞാൻ എപ്പോഴും ബിസി അല്ലേ. സോ ഒരു ടൈം കിട്ടിയപ്പോൾ രേഷ്മാന്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ ഞാൻ ആ ഡയറക്ടറിനെ വാൺ ചെയ്തു. പിന്നെ അവരുടെ ഫിലിം ഞാൻ ചെയ്തില്ല. അതിനുശേഷം ഈ പ്രശ്നത്തിന് ശേഷമാണോ സിനിമ ചെയ്യാതിരുന്നത്? ഇല്ല. ഇപ്പൊ എനിക്ക് എന്റെ കാതുക്കിന് വന്ന ഇങ്ങനെ ഒരു പ്രശ്നം എടുക്കുന്നത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് മറിയ പറയുന്ന ആ പ്രൊഡ്യൂസറിനെയും ഞാൻ വിളിച്ച് നല്ല കൊടുത്തു. അപ്പൊ ഞാൻ പറയും എന്റെ 2 days നിനക്ക് ഞാൻ തരാനുണ്ട്, ഞാൻ തരൂല്ല, നീ ഉന്നാൽ ആണത് പാത്തു, ഡു വാട്ട് എവർ യു ക്യാൻ, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു. ബിക്കോസ് നിങ്ങൾ പെണ്ണുകളെ കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ. ആൻഡ് എന്തിന് ഈ തമിഴ് കുട്ടികൾ രേഷ്മ മൈസൂർക്കാരി, മറിയ ഇവിടെ, ഇന്നൊരു സിന്ധു തെലുങ്കാരി, ഇങ്ങനെ മലയാള കുട്ടികൾ ആരും ഈ ഫിലിംസ് ചെയ്തില്ല. എല്ലാം ഔട്ടേഴ്സ് ആണ് ചെയ്തത്. അപ്പൊ ഔട്ടേഴ്സിനെ നിങ്ങൾ വിളിക്കുന്നത് ഈ കാരണത്തിന് വേണ്ടിയാ. വിളിച്ചത് ആരാണ്? അവരുടെ പേരെന്താണ്? പേര് അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഒരു നാൾ ഒരു പ്രൊഡ്യൂസർ, 2ാമത് നാൾ ഒരു പ്രൊഡ്യൂസർ. സോ അങ്ങനെ സത്യമായിട്ട് പേരറിയില്ല. അതും ഓർമ്മയിലും ഇല്ല. ഇറ്റ്സ് 24 years. മീറ്റു ആരോപണങ്ങളോട് പൂർണ്ണമായും വിയോജിക്കുകയാണ് ഷക്കീല. വർഷങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത്, അപ്പോൾ ചെരുപ്പൂരി അടിക്കുകയാണ് വേണ്ടതെന്നും ഷക്കീല പറയുന്നു. നിന്നെ അവര് വിളിച്ചത് അവർ നിന്നെ വിളിച്ചു എന്ന് നീ പറയുമ്പോ യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ്. മനസ്സിലായോ? അപ്പോ നീ അങ്ങനത്തെ കുട്ടിയാണോ? ഇല്ലല്ലോ. അപ്പൊ ഇല്ലാതപ്പോ നിന്നെ വിളിച്ചെന്നപ്പോ അപ്പൊ തന്നെ നീ കൊടുക്കണം, അപ്പൊ തന്നെ മറുപടി കൊടുക്കണം, അപ്പൊ തന്നെ ചെരുപ്പെടുത്ത് അടിക്കണം. ആ
God has given you hands, legs, എല്ലാത്തുക്കും മേലെ യു ഹാവ് എ മൗത്ത്, യു ക്യാൻ ടോക്ക് എനിത്തിങ്. അപ്പൊ തന്നെ കൊടുക്കാറും. ഇതൊക്കെ മുടിഞ്ഞ് 20 yearsന് ശേഷം അയാളൊക്കെ കിഴവനായി പോയി. ഇപ്പൊ അവനെ പിടിച്ച് ജയിലിൽ വെച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാന്ന്? ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നാണക്കേടില്ല ഇപ്പൊ വന്ന് ഇതൊക്കെ പറയുന്നത്? ഇതാണ് ഐ എം അഗേൻസ്റ്റ് മീ ടു. ഐ എം അഗേൻസ്റ്റ് മീ ടു എനിക്ക് പറ്റില്ല. ബിക്കോസ് അപ്പോ നിങ്ങളുടെ കൈ എന്താ ചെയ്തു? അന്ന് എന്തിന് ഓക്കെ പറഞ്ഞോ ഇല്ല ഓക്കെ പറയാതെ ഇപ്പൊ വന്ന് നിങ്ങൾ തന്നെ നിങ്ങള് യു ആർ ഡീഗ്രേഡിങ് യുവർ സെൽഫ് എന്നാണ് എന്റെ വിചാരം. മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും സിനിമയിൽ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് ഷക്കീല പറയുന്നു. തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കുകയാണ് വേണ്ടത്, എങ്കിലേ ഇതിനെല്ലാം പരിഹാരമുണ്ടാകൂ എന്നുമാണ് ഷക്കീലയുടെ അഭിപ്രായം. ഹോൾ ഇന്ത്യ, പാൻ ഇന്ത്യ സിനിമ അങ്ങനെ തന്നെയാ. ഇതെല്ലായിടത്തിലും ഉണ്ട്. അപ്പം ഒരു ഹേമ കമ്മിറ്റി പോലെ ഒരു റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളും വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ? അപ്പടിയും തീരില്ല. ഓക്കെ, ഇപ്പോ ഹേമ കമ്മിറ്റി വന്നു. ഓക്കെ, ഈ കംപ്ലൈന്റ് കൊടുത്തവരിനൊക്കെ ഇവർ അറസ്റ്റ് ചെയ്ത് ഉള്ള വെച്ചാൽ ഓക്കെ. അതർവൈസ് എത്ര കമ്മിറ്റി വന്നാലും ഒന്നും നടക്കത്തില്ല. ഈ കുട്ടികള് സർവൈവിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്കും മനസ്സിലാവും, അവർക്കറിയാം. ഒരു കാര്യം പറയട്ടെ, നീ ഓക്കെ പറയാതെ എതും നടക്കത്തില്ല. ഓക്കെ, അപ്പൊ എവിടെയോ നിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ആ ഗേളുടെ മിസ്റ്റേക്ക്. ഐ എം ടോക്കിംഗ് അബൌട്ട് എവറി വുമൻ. ഐ എം ടോക്കിംഗ് അബൌട്ട് വുമൻ. ഐ എം നോട്ട് അഗേൻസ്റ്റ് മെൻ. ഒരു കാര്യം, they are like that. Men are like dogs. They can go around any bitch. Okay, let us not be bitches. Let's be humans. ഡ്രസ് ചേഞ്ചിന് ഇപ്പൊ ഞങ്ങള് ഒരു ഹിൽ മല അടിവാരത്തില് ഇല്ലன்னா ഒരു ലേക്ക് കിട്ട അവിടെ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂമറൊക്കെ ഇങ്ങനെ ടവൽ പിടിക്കും, ഞങ്ങൾ ഡ്രസ് മാറ്റും. യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സ്ഥലമില്ലെങ്കിൽ ഇല്ല, ഇതൊക്കെ തെറ്റില്ല. ഞങ്ങളൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ കാരവൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാരവൻസ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ? അല്ല, അതിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? നിനക്ക് തെരിയില്ലേ? എനിക്കറിയില്ല. എല്ലാം നടക്കും അവിടെ. ഡിന്നർ നടക്കും, ലഞ്ച് നടക്കും, സെക്സ് നടക്കും, എല്ലാം നടക്കും. മറ്റു വാർത്തകളിലേക്ക്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 47ാം വാർഷിക പൊതുയോഗം ഇന്ന് മുംബൈയിൽ നടക്കും. സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 2 മണിക്കാണ് വീഡിയോ കോൺഫറൻസിംഗ് മുഖേന വാർഷിക പൊതുയോഗം ചേരുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ഓഹരി ഉടമകളെ അഭിസംബോധന ചെയ്യും. ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ഊർജ്ജ മേഖലയിലെ പുതിയ ചുവടുവയ്പ്പുകൾ, ടെലികോം, റീറ്റെയിൽ മേഖലയിലെ അടുത്ത ലക്ഷ്യങ്ങൾ എന്നിവയാണ് മുഖ്യമായും പ്രതീക്ഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ. ആഗോള ടെലിവിഷൻ മേഖലയിലെ തന്നെ സുപ്രധാന നേട്ടമാണ് സ്റ്റാർ ലയനത്തിന് അംഗീകാരം കിട്ടിയതോടെ റിലയൻസിനുണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള പരാമർശങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ബ്രസീലിയൻ കരുത്തിൽ കളം നിറയാൻ തിരുവനന്തപുരം കൊമ്പൻസ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിനുള്ള തലസ്ഥാനത്തിന്റെ ടീമിന്റെ മുഖ്യ ആകർഷണം ബ്രസീലിയൻ താരങ്ങളാണ്. മലയാളി നെഞ്ചോട് ചേർത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ അതേ മഞ്ഞനിറം. അണിയറയിലും കളത്തിലും ബ്രസീലിയൻ കരുത്തും തന്ത്രങ്ങളും. തലസ്ഥാനത്തിന്റെ സ്വന്തം കൊമ്പൻസ് തയ്യാറെടുക്കുകയാണ് ഫുട്ബോൾ ആവേശം പകരാൻ. പ്രധാന താരങ്ങൾ 6 പേരും ബ്രസീലിൽ നിന്ന് തന്നെ. ബ്രസീലുകാരൻ സെർജിയോ അലക്സാൻഡ്രോയാണ് പരിശീലകൻ. തലസ്ഥാനത്തെ പരിശീലനം പൂർത്തിയാക്കി ടീം ഗോവയിലേക്ക് പുറപ്പെട്ടു. അവിടെ 3 സന്നാഹ മത്സരങ്ങൾ കളിക്കും. അടുത്ത മാസം 10-ന് കാലിക്കറ്റ് FC-യുമായാണ് ആദ്യ മത്സരം. ഫുട്ബോൾ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൂപ്പർ ലീഗിന് സെപ്റ്റംബർ 7-ന് കിക്ക് ഓഫ് ആകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6715, പവന് 53,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5555, പവന് 44,440. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. ഇതോടെ പകൽ വാർത്ത അവസാനിക്കും.